ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗുകളെ സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് പോലീസ് ദേവസ്വം ബെഞ്ചിന് സമർപ്പിക്കും. പോലീസ് നിയന്ത്രണങ്ങളെ സംബന്ധിച്ചും സർക്കാർ വിശദീകരിക്കും. പമ്പയിലെയും സന്നിധാനത്തെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ അവിടെ ഹാജരാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇന്നലെ കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. സർക്കാരിന് വിമർശനമുണ്ടായിരുന്നു. ഏകോപനമില്ലായ്മയെക്കുറിച്ചൊക്കെ കോടതി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം ഇന്ന് കോടതിയിൽ നിന്ന്? എന്തൊക്കെ വാദങ്ങളാണ് ADGPയും ദേവസ്വം ബോർഡും സർക്കാരും കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഇത് പരിഗണിച്ചു വരികയാണ്. സ്വമേധയാ എടുത്ത കേസാണെങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ശബരിമലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഏത് രീതിയിലാണ് തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനെല്ലാം ഭക്തർക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ അതിൻ്റെ ഒരു പാരമ്യതയിലേക്ക് എത്തിയതായി മാധ്യമ വാർത്തകൾ അടക്കമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദാംശങ്ങളോടുകൂടി തന്നെയാണ് കോടതി പരിശോധിക്കുന്നത്. 2 ദിവസങ്ങളിലായി പോലീസിൻ്റെ, സർക്കാരിൻ്റെ, മറ്റ് ഏജൻസികളുടെ എല്ലാവരുടെയും നൽകുന്ന വിശദീകരണങ്ങൾ, സ്വീകരിച്ച നടപടികൾ, ഇതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പരിശോധിച്ചു പോവുകയാണ്. ഇന്ന് പ്രധാനമായും തന്നെ ഈ വെർച്വൽ ക്യൂ, അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ്, ഇതിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിന് ഏറെ പഴികേട്ട ഒരു കാര്യം അതുതന്നെയായിരുന്നു. ഇതിൽ വലിയ രീതിയിലുള്ളൊരു വീഴ്ച സംഭവിക്കുന്നതായി തന്നെയാണ് കോടതി കണ്ടിട്ടുള്ളത്. കാരണം ഇതിൽ ബുക്ക് ചെയ്യാനും അല്ലാതെയും വരുന്നവർ ഈ പലപ്പോഴും എത്തുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ദർശനം വേണ്ടി തന്നെയാണ് എത്തുന്നത്. അവരുടെ കാര്യങ്ങൾ ഒരേ സമയം ഉറപ്പാക്കുകയും വേണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്താണ് സ്വീകരിച്ചിട്ടുള്ളത് നടപടികൾ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തിരക്കിൽ പിന്നീട് കുറവുണ്ടായിട്ടുണ്ടോ? സ്പോട്ട് ബുക്കിംഗ്, അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ, ഇത്തരം കാര്യങ്ങളിൽ ഒരു ഏകോപനം എത്രമാത്രം വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായ രീതിയിൽ വിശദീകരിക്കണം. റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുകയും ചെയ്യും. പോലീസിനെ കൊണ്ട് സ്വീകരിച്ച നടപടികൾ, ഒപ്പം തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിക്കണം. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സന്നിധാനത്തും മറ്റും അടക്കമുള്ള ഈ തിരക്ക് നിയന്ത്രിക്കാനും അതിനെല്ലാം തന്നെ കഴിവുള്ള, മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥരെ തന്നെ ഇവിടെ നിയോഗിക്കണമെന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ എന്തുമാത്രം മുന്നോട്ട് പോകാൻ നടപടികളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരടക്കം വിശദീകരിക്കുകയും ചെയ്യും. പാർക്കിംഗ് സംവിധാനം വലിയൊരു വിഷയം തന്നെയാണ്. നിലയ്ക്കലിലും മറ്റുമുള്ള പാർക്കിംഗ് സംവിധാനവും ഈ ലാഹ ഇലവുങ്കൽ റോഡ് ഈ തുടങ്ങിയ അവിടങ്ങളിലെല്ലാമുള്ള ഗതാഗത പരിഷ്കരണവും, ഇതെല്ലാം വലിയ രീതിയിലുള്ളൊരു കുരുക്കിന് ഈ മേഖലയിലെല്ലാം കാരണമാകുന്നുണ്ട്. ഒപ്പം പലർക്കും തന്നെ മണിക്കൂറുകളോളം ഭക്തർക്ക് ബസ്സുകളിലും അവർ വന്നിരിക്കുന്ന വാഹനങ്ങളിലും അടക്കം കഴിയേണ്ടി വരുന്നുണ്ട്. മതിയായ യാത്രാ സംവിധാനം ഒരുക്കുന്നില്ല KSRTC അടക്കമുള്ള KSRTC എന്ന പരാതിയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എന്ത് ഇടപെടലുകൾ ഉണ്ടായി എന്നതടക്കം KSRTCയോടും വിശദീകരണം നൽകും. ഒപ്പം തന്നെയും സന്നിധാനത്തെയും അതോടൊപ്പം തന്നെ നിലയ്ക്കലിലെയും എല്ലാം ഈ വിശദാംശങ്ങൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ വിശദാംശങ്ങൾ സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരോട് നേരിട്ടെത്തി ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ കോടതി ഇടപെടുന്നത്. മുൻകാല ഉത്തരവുകൾ സംബന്ധിച്ച് നിലവിലുണ്ട്. ആ ഉത്തരവുകളിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു, അങ്ങനെ കാര്യമാത്ര പ്രസക്തമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്ന ഭക്തർക്കടക്കം വലിയ രീതിയിലുള്ള പരാതികളുണ്ട്, ആരോപണങ്ങളുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളടക്കം അവിടെ സന്ദർശിക്കുകയും അവരും ഇതേ കാര്യങ്ങൾ തന്നെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ക്യൂ കോംപ്ലക്സിൽ മതിയായ രീതിയിലുള്ള സംവിധാനങ്ങളില്ല. പലപ്പോഴും അവർക്ക് വെള്ളവും ബിസ്ക്കറ്റും എല്ലാം, ലഘുഭക്ഷണം ഇതെല്ലാം നൽകണമെന്നതടക്കം നേരത്തെയും നിർദ്ദേശിച്ചിട്ടുണ്ട്. പലപ്പോഴും നടപ്പാകുന്നില്ല, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് അടക്കം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കം വിശദീകരണം നൽകേണ്ടതുണ്ട്. പത്തനംതിട്ട RTO ഗതാഗത സംവിധാനങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ, പാർക്കിംഗ് സംവിധാനങ്ങൾ, ബദൽ സംവിധാനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു, പൂർണ്ണമായും നിലവിലുള്ളവ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അങ്ങനെ മുഴുവനായും തന്നെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കണം. പൊതുവിൽ ഇന്ന് രാവിലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കോടതിയുടെ ഒരു ഇടപെടൽ, ഇടക്കാല ഉത്തരവ് അടക്കമാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രാവിലെ 10:30 മുൻപായിട്ട് ദേവസ്വം ബെഞ്ച്, ഇതിൽ അനിൽ K. നരേന്ദ്രനും G. ഗിരീഷും ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഇത് പരിഗണിക്കുകയും ചെയ്യും. രഞ്ജിത്ത, കോടതിയുടെ ഇടപെടൽ ഏത് തരത്തിൽ ശബരിമല വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കോടതിയിൽ ഇന്ന് വളരെ കൃത്യമായി നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.